മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഇനി മുതൽ സ്വന്തം ആരാധനാലയങ്ങൾ വഴി വിവാഹവും വിവാഹമോചനവും നിർവഹിക്കാം. നിലവിൽ രാജ്യത്തെ കോടതികൾ വഴിയാണ് എല്ലാവരുടെയും വിവാഹ രജിസ്ട്രേഷനും വിവാഹമോചനവും നടക്കുന്നത്. ശരീഅത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കോടതികളിലാണ് നിലവിൽ UAE-യിലെ എല്ലാ മതവിഭാഗക്കാരുടെയും വിവാഹം, വിവാഹമോചനം തുടങ്ങിയ നടപടികൾ നടക്കുന്നത്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ നിർവഹിക്കാം. നടപടികൾക്ക് മധ്യസ്ഥം വഹിക്കാൻ ദമ്പതികൾ അംഗീകരിക്കുന്ന ഒരു മതനേതാവിന്റെ സാന്നിധ്യമുണ്ടായിരിക്കണം. മതനേതാവിന്റെ മധ്യസ്ഥതയിൽ കോടതിക്ക് പുറത്ത് ദമ്പതികളുടെ തർക്കം പരിഹരിക്കുകയോ വിവാഹമോചനം നടപ്പാക്കുകയോ ചെയ്യാം. മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ ചുമത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അബുദാബി നീതിന്യായ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ സാലിഹ് അൽ ജുനൈബി പറഞ്ഞു. ക്രിസ്തുമത വിശ്വാസികൾക്കാണ് ആദ്യം ഈ സൗകര്യം ലഭ്യമാക്കുന്നത്. തങ്ങൾ പിന്തുടരുന്ന സഭയുടെ പള്ളികളിലെയും അവിടുത്തെ മതമേലാധികാരികളെയും ഇതിനായി ആശ്രയിക്കാം. ഹിന്ദുക്കളടക്കം മറ്റു മതവിശ്വാസികൾക്കും ഈ സൗകര്യം ലഭ്യമാക്കുന്നതിന് മതനേതാക്കളുമായി ചർച്ച നടത്തും. വിവർത്തകരുടെ സഹായത്തിൽ അറബിയിൽ നടത്തിയിരുന്ന നടപടിക്രമങ്ങളും ഇതോടെ നിർബന്ധമല്ലാതാകും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, അബുദാബി. ട്രാവൽസ് ഉടമ വഞ്ചിച്ചതിനെ തുടർന്ന് മക്കയിൽ കുടുങ്ങിയ ഉംറ തീർത്ഥാടകർ നാളെ നാട്ടിലെത്തും. യാംപൂവിൽ നിന്നും ഇന്ന് രാവിലെ യാത്ര തിരിച്ച 31 തീർത്ഥാടകർ ഇപ്പോൾ ദുബായ് വിമാനത്താവളത്തിലാണ് ഉള്ളത്. മുംബൈ വഴി ഇവർ നാളെ രാവിലെ കൊച്ചിയിലെത്തും. ട്രാവൽസ് ഉടമ മടക്ക ടിക്കറ്റ് നൽകാത്തതിനെ തുടർന്ന് യാത്ര മുടങ്ങിയ 31 തീർത്ഥാടകരാണ് നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഇന്നലെ രാത്രി മക്കയിൽ നിന്ന് യാംപൂവിലെത്തിയ തീർത്ഥാടകർ രാവിലെ 9 മണിക്ക് ഫ്ലൈ ദുബായ് വിമാനത്തിലാണ് പുറപ്പെട്ടത്. ഇപ്പോൾ ദുബായിലുള്ള സംഘം രാത്രി മുംബൈയിലേക്ക് പോകും. അവിടെ നിന്നും നാളെ രാവിലെ 9-നുള്ള ജെറ്റ് എയർവേസ് വിമാനത്തിൽ കൊച്ചിയിലേക്ക് പോകും. 2 ആഴ്ചയിലേറെ നീണ്ട അനിശ്ചിതത്വത്തിനും ആശങ്കകൾക്കുമാണ് ഇതോടെ വിരാമമായത്. വേങ്ങരയിലെ റബി ട്രാവൽസിന് കീഴിൽ ജൂൺ 5-നാണ് 38 പേരടങ്ങുന്ന സംഘം ഉംറയ്ക്കെത്തിയത്. ഇതിൽ പകുതി പേർ കഴിഞ്ഞ 10-നായിരുന്നു നാട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ടിക്കറ്റില്ലാതെ ഇവരുടെ യാത്ര മുടങ്ങി. ട്രാവൽസ് ഉടമ സ്ഥാപനമടച്ച് മുങ്ങുകയും ചെയ്തു. മീഡിയ 1 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സൗദി ഹജ്ജ് മന്ത്രാലയം വിസ സ്റ്റാമ്പ് ചെയ്ത് കമ്പനിയോട് ടിക്കറ്റ് നൽകാൻ നിർദ്ദേശിച്ചു. 3 ദിവസം മുമ്പ് തായിഫിൽ നിന്ന് യാത്ര ചെയ്യാമെന്നായിരുന്നു പദ്ധതി. നിയമപ്രശ്നം കാരണം ആ യാത്രയും മുടങ്ങി. അതേ ടിക്കറ്റിലാണ് ഇപ്പോൾ യാത്ര ആരംഭിച്ചത്. മീഡിയ 1, ജിദ്ദ. ഉംറ തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഉംറ സീസൺ അവസാനിക്കാറായതിനാൽ ജിദ്ദ വിമാനത്താവളത്തിലും മറ്റ് പ്രവേശ കവാടങ്ങളിലും തിരിച്ചുപോകുന്നവരുടെ തിരക്ക് കണക്കിലെടുത്താണ് തീരുമാനം. ഹജ്ജ്, ഗതാഗതം, സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ഹൌസിംഗ് വകുപ്പുകളെയും ഉംറ കമ്പനികൾ, വിമാന കമ്പനികൾ എന്നിവയെയും ബന്ധിപ്പിച്ചാണ് പുതിയ സംവിധാനം നിലവിൽ വന്നത്. ഈ ട്രാക്കിൽ തിരിച്ചുപോകുന്നവരുടെ വിവരങ്ങൾ ഉംറ കമ്പനികൾ ചേർക്കുന്നതോടെ തീർത്ഥാടകരുടെ വിമാന ബുക്കിംഗ് സമയം, ട്രാൻസ്പോർട്ടിംഗ് കമ്പനി, ബസ്സുകളുടെ ലൈസൻസ്, ഡ്രൈവർമാരുടെ പ്രവർത്തന സമയം, തീർത്ഥാടകർ പുറപ്പെടുന്ന സ്ഥലം തുടങ്ങിയവ ഉറപ്പുവരുത്തും. ഇതിനുശേഷമായിരിക്കും പുറപ്പെടുന്നതിനുള്ള അനുമതി നൽകുക. തീർത്ഥാടകരുടെ സുരക്ഷയും ഇതിലൂടെ ഉറപ്പുവരുത്തും. സൗദിയിൽ കഴിയുന്ന വിദേശികളുടെ ആശ്രിതർ താമസരേഖയായ ഇഖാമ പുതുക്കുമ്പോഴോ റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്തോ ഫീസ് അടയ്ക്കണമെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഏതാണോ ആദ്യം ചെയ്യുന്നത് അപ്പോഴാണ് ഫീസ് അടയ്ക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മുതൽ പ്രതിമാസം 100 റിയാലാണ് ആശ്രിത ഫീസ് ഏർപ്പെടുത്തിയത്. സൗദിയിൽ കഴിയുന്ന ആശ്രിതരുടെ ഇഖാമ പുതുക്കുകയോ റീ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഫീസ് നിർബന്ധമായും അടക്കണം. എന്നാൽ മാത്രമേ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് പാസ്പോർട്ട് ഡയറക്ടർ ട്വിറ്ററിൽ വ്യക്തമാക്കി. ധനമന്ത്രാലയം ബജറ്റിൽ പ്രഖ്യാപിച്ച ആശ്രിത ലവി ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. ഈ വർഷം പ്രതിമാസം 100 റിയാലാണ് ഫീസ്. അടുത്ത വർഷം മുതൽ ഇത് പ്രതിമാസം 200 റിയാലും 2019 മുതൽ 300 റിയാലും 2020 400 റിയാലുമായി വർദ്ധിക്കും. ഇതിനു പുറമെ വിദേശികളായ തൊഴിലാളികൾക്കും അടുത്ത വർഷം മുതൽ അധിക ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള ഇഖാമ ഫീസ്, റീ എൻട്രി ഫീസ് എന്നിവയ്ക്ക് പുറമെയാണ് ആശ്രിത ഫീസ്. ആശ്രിത ഫീസ് അടച്ച് ശനിയാഴ്ച മുതൽ റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിസംബർ അവസാനത്തിൽ ഫീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇഖാമ പുതുക്കുമ്പോൾ മാത്രം നൽകിയാൽ മതിയെന്നായിരുന്നു അധിക പേരുടെയും പ്രതീക്ഷ. എന്നാൽ റീ എൻട്രിക്ക് മുമ്പായി ഫീസ് നൽകണമെന്ന നിയമം നിരവധി കുടുംബങ്ങളെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. വലിയ തുക വിമാന ടിക്കറ്റ് നൽകിയതോടൊപ്പം 4-അംഗ കുടുംബത്തിന് 4000 റിയാലോളമാണ് ഫീസിനത്തിൽ അടയ്ക്കേണ്ടത്. സ്കൂൾ വാർഷികാവധിക്ക് നാട്ടിലേക്ക് പോകാനിരിക്കുന്ന നിരവധി മലയാളി കുടുംബങ്ങൾ ഇതുകാരണം ആശങ്കയിലാണ്. ഫൈനൽ എക്സിറ്റിനും ആശ്രിത ഫീസ് അടയ്ക്കൽ നിർബന്ധമാണ്. ആശ്രിത ഫീസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട്. അതിനിടെ ആശ്രിത ഫീസുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രവാസികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. കൂടുതൽ വിവരങ്ങളുമായി റബി മുഹമ്മദ് ചേരുന്നു. റബി, ആശ്രിത ഫീസ് ഇന്നലെ മുതലാണ് നിലവിൽ വന്നത്. ഇക്കാര്യത്തിൽ ആളുകളുടെ ഒരു ആശങ്ക എന്താണ്? സന്ധ്യ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷത്തെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലാണ് സൗദി അറേബ്യ പ്രതിമാസ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത്.
എന്നാൽ ജൂലൈ ഇന്നലെ മുതലാണ് ഇത് ഈടാക്കി തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുന്നതിനും വേണ്ടിയുള്ള റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ നിർബന്ധമായും ഈ ഫീസ് അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇഖാമ കാലാവധിക്ക് അനുസരിച്ചാണ് ഓരോരുത്തരും തങ്ങളുടെ ഫീസ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെ മുതൽ തന്നെ ബാങ്കുകളുടെ ഓൺലൈൻ സദാശ സംവിധാനത്തിലെല്ലാം തന്നെ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ച് ഫീസ് അടക്കുകയും റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ പോകാത്തവർക്ക് അവർ ഇഖാമ പുതുക്കുന്ന വേളയിലാണ് അവർ തങ്ങളുടെ ഫീസ് അടക്കേണ്ടി വരിക. അതേസമയം ഇന്നലെ ജൂലൈ 1 മുതൽ നിയമം വരുന്നതിന് മുമ്പ് തന്നെ റീ എൻട്രി വിസ അടിച്ച ആളുകളുണ്ട്. അത്തരക്കാർക്ക് നേരത്തെ തന്നെ റീ എൻട്രി ലഭിച്ചിട്ടുണ്ട്. അവർക്ക് നാട്ടിലേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തമായ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ചില വിവരങ്ങൾ പലരും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. നമ്മൾ തുടക്കം മുതൽ തന്നെ ഈ ഫീസ് ആശ്രിത ഫീസ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ സൗദി അധികൃതരുടെ ഭാഗത്തുണ്ടായ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിനിടയിൽ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ലാത്ത അവ്യക്തമായ പല വിവരങ്ങളും വാട്സപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ. തെറ്റിദ്ധാരണ ഇപ്പോഴും പരത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അത്തരം പ്രചരണങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്നലെ ഈ ഫീസ് നിലവിൽ വന്നിട്ട് പോലും ഇത്തരം ഫീസ് ഇല്ല, അല്ലെങ്കിൽ ആദ്യ ഭാര്യയ്ക്കും 18 വയസ്സിന് താഴെയുള്ള തങ്ങളുടെ മക്കൾക്കും ഫീസ് നൽകേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ നടന്നു വരുന്നത് പലരും ഈ കാരണം തന്നെ നമ്മുടെ ഓഫീസുകളിലേക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി ഇന്ന് സൗദി പാസ്പോർട്ട് വിഭാഗവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ഇഖാമ പുതുക്കുന്ന വേളയിൽ അല്ലെങ്കിൽ റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ നിർബന്ധമായും ഈ ആശ്രിത ഫീസ് നൽകണം എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അവ്യക്തതയും നിലവിലില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഇഖാമ പുതുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആശ്രിത ഫീസ് നൽകേണ്ടി വരുന്നത് പല കുടുംബങ്ങൾക്കും സാമ്പത്തികമായി വലിയ ഒരു ചെലവ് വന്ന് ചേരുകയാണ്. റബി, കുടുംബസമേതം സൗദിയിൽ താമസിക്കുന്ന മലയാളികളും മറ്റു രാജ്യക്കാരുമായ നിരവധി കുടുംബങ്ങൾ ഉണ്ടാകും. ഇത്തരം കുടുംബങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ? ഈ പ്രഖ്യാപനം വന്നതു മുതൽ ഈ രീതിയിൽ പല ആളുകളും ചിന്തിച്ചു തുടങ്ങുകയും തങ്ങളുടെ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നലത്തോടുകൂടി ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിമാസം 100 റിയാൽ മാത്രമാണ് ഫീസെങ്കിലും അത് തങ്ങൾക്ക് വഹിക്കാം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പല പ്രവാസി കുടുംബങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്നാൽ അടുത്തൊരു വർഷം ഇത് 200-ഉം തൊട്ടടുത്ത വർഷം 300-ഉം 2020-ൽ ഇത് 400-മായി വർദ്ധിക്കുമ്പോൾ ഒരു ഭാര്യയും 2 മക്കളുള്ള ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം 2020-ൽ ഇത് 1200 റിയാൽ ഓരോ മാസവും നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്രയും വലിയൊരു തുക തങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പല ആളുകളും സംസാരിക്കുന്നത്. കമ്പനികൾ വിസ ഫാമിലി സ്റ്റാറ്റസ് അനുവദിക്കുന്ന ആളുകളുണ്ട്. താമസം, അതുപോലെ തന്നെ കുടുംബത്തിന്റെ വിമാന ടിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ നൽകുന്ന കമ്പനികളുണ്ട്. അവർക്ക് അത് ഉണ്ട്. അല്ലാത്ത ആളുകൾ പല ആളുകളും മധ്യവർഗ സമൂഹത്തിൽ പലരും കച്ചവടക്കാരും മറ്റുമായുള്ള ആളുകൾ അതെല്ലാം തന്നെ സ്വയം വഹിച്ചുകൊണ്ടാണ് തങ്ങളുടെ കുടുംബത്തെ കൂടെ നിർത്തുന്നത്. അത്തരം ആളുകൾക്ക് ഈ പുതിയൊരു ഫീസ് കൂടെ വരുന്നത് കൂടി താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കൃത്യമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. റബി, അടുത്ത വർഷം മുതൽ തൊഴിലാളികൾക്കും ഫീസ് ഈടാക്കാൻ ഒരുങ്ങുകയാണ് സൗദി. സമാന രീതിയിലായിരിക്കുമോ തൊഴിലാളികൾക്കും ഫീസ് ഈടാക്കുക? തീർച്ചയായും 2 പ്രഖ്യാപനങ്ങളായിരുന്നു ഈ ബജറ്റിൽ സൗദി അറേബ്യ നടത്തിയത്. രാജ്യത്തിന്റെ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ നിന്നും സൗദി വലിയൊരു സംഖ്യ ഇതുവഴി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആശ്രിത ഫീസ് എന്ന് പറയുന്നത്. രണ്ടാമത് തൊഴിലാളികൾക്കുള്ള ഫീസാണ്. നിലവിൽ വർഷത്തിൽ 2400 റിയാൽ ലെവി ഇവിടെയുണ്ട്. അതിനു പുറമെ അടുത്ത വർഷം 400 റിയാൽ പ്രതിമാസം നൽകണം എന്നുള്ള ഒരു നിയമമാണ് വരാൻ പോകുന്നത്. അത് ഒരു സ്ഥാപനത്തിൽ കൂടുതൽ സൗദി തൊഴിലാളികളാണ് കൂടുതലുള്ളെങ്കിൽ 300 റിയാലും വിദേശികളാണ് കൂടുതലുള്ളെങ്കിൽ അത് 400 റിയാലുമാണ് ഫീസ്. തൊട്ടടുത്ത വർഷം ഇത് 500 റിയാലും 600 റിയാലുമായി മാറും. തൊട്ടടുത്ത 2020-ൽ
700 റിയാലും 800 റിയാലുമായി വർദ്ധിക്കും. ഇതൊരു വലിയൊരു സംഖ്യ ഈ തൊഴിലാളികളെ സംബന്ധിച്ചോളം. ശരി റബി, സൗദിയിൽ ആശ്രിത ഫീസ് ഇന്നലെ മുതൽ നിലവിൽ വന്നിരിക്കുന്നു. വലിയ ആശങ്കയിലാണ് മലയാളികൾ അടക്കമുള്ള കുടുംബങ്ങൾ. അടുത്ത വർഷം മുതൽ തൊഴിലാളികൾക്കും ഇത്തരത്തിലുള്ള ഫീസ് ഈടാക്കുമെന്നാണ് സൗദി അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു റബി മുഹമ്മദ്. വാർത്തകളിലേക്ക്. UAE തീരത്ത് 100ഓളം ഇന്ത്യക്കാർ ഇപ്പോഴും കപ്പലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥിരീകരിച്ചു. 22 കപ്പലുകളിലായി 97 ഇന്ത്യക്കാരാണ് കൃത്യമായി ഭക്ഷണം പോലുമില്ലാതെ കടലിൽ നരകയാതന അനുഭവിക്കുന്നത്. ജോലിക്കെന്ന പേരിൽ വ്യാജ സീമൻ വിസയിൽ UAEയിൽ എത്തിച്ചവരടക്കം 100ലേറെ ഇന്ത്യക്കാർ വിവിധ കപ്പലുകളിൽ UAE തീരത്ത് കുടുങ്ങിക്കിടക്കുന്നതായി മീഡിയ വൺ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരിൽ 97 പേർ ഇപ്പോഴും കപ്പലുകളിൽ ദുരിതത്തിൽ കഴിയുകയാണെന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സ്ഥിരീകരണം. മറ്റു രാജ്യക്കാർ വേറെയുമുണ്ട്. ഇവരിൽ പലർക്കും മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ടില്ല. ഭക്ഷണവും കുടിവെള്ളവും പോലും കൃത്യമായി ലഭിക്കാതെയാണ് ഇവർ കഴിയുന്നതെന്ന് കോൺസുൽ ജനറൽ വിപുൽ UAEയിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. വ്യാജ സീമൻ വിസയിൽ UAEയിൽ എത്തിച്ചവർക്ക് പുറമെ കരാർ കാലാവധി കഴിഞ്ഞിട്ടും തീരത്തേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കാതിരുന്ന ജീവനക്കാരും ഇക്കൂട്ടത്തിലുണ്ട്. UAEയിലേക്ക് പ്രവേശിക്കാൻ ഇവരുടെ പക്കൽ കൃത്യമായ രേഖയില്ലാത്തതാണ് പ്രതിസന്ധി. ഇവരിൽ കുറച്ചുപേരെ ചില സാമൂഹിക സംഘടനകൾ വിസ തരപ്പെടുത്തി കഴിഞ്ഞ മാസം കരയിലെത്തിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു. മീഡിയ വൺ, ദുബായ്. കുവൈത്തിൽ അമീറിന്റെ കാരുണ്യത്തിൽ ശിക്ഷയിളവ് നൽകേണ്ട തടവുകാരുടെ അന്തിമ പട്ടിക പൂർത്തിയായതായി നീതിന്യായ പാർലമെന്ററി കാര്യമന്ത്രി ഡോക്ടർ ഫാലിഹ് അൽ അസബ് പറഞ്ഞു. മോചന നടപടികൾ വേഗത്തിലാക്കുന്നതിനു വേണ്ടി തടവുകാരുടെ പട്ടിക അമീരി ദിവാനിയയ്ക്ക് കൈമാറിയതായും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ദേശീയ വിമോചന ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് അമീറി കാരുണ്യത്തിൽ 1500 തടവുകാർക്ക് ശിക്ഷയിളവ് നൽകുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച ഉപദേശ നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷമാണ് 1500 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. ജയിൽ മോചനം, ശിക്ഷാ കാലാവധിയിലും പിഴയിലുമുള്ള ഇളവ്, നാടുകടത്തലിൽ നിന്നുള്ള വിടുതൽ എന്നിങ്ങനെ 3 തരം ഇളവുകളാണ് തടവുകാർക്ക് ലഭിക്കുക. രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന വിദേശികളും സ്വദേശികളുമായ തടവുകാർ അമീരി കാരുണ്യത്തിന്റെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടതായാണ് വിവരം. കുറ്റകൃത്യങ്ങളുടെ ഗൗരവവും തടവുകാലത്തെ നല്ല നടപ്പും പരിഗണിച്ചാണ് ഇളവുകൾക്കായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം 1071 പേർക്ക് ശിക്ഷകളിൽ ഇളവ് നൽകിയിരുന്നു. 332 പേരെ പൂർണ്ണമായും ജയിൽ മോചിതരാക്കിയപ്പോൾ ജീവപര്യന്തത്തിനും മറ്റും കൂടുതൽ വർഷം തടവ് വിധിക്കപ്പെട്ട 701 പേരുടെ ശിക്ഷാകാലാവധി കുറക്കുകയും നാടുകടത്താൻ വിധിക്കപ്പെട്ട 48 പേർക്ക് രാജ്യത്ത് തുടരാൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ വിവിധ കേസുകളിൽ പിഴ വിധിക്കപ്പെട്ട 498 പേർക്ക് പൂർണ്ണമായോ ഭാഗികമായോ പിഴ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റ് പാർലമെന്റിൽ വീണ്ടും കുറ്റവിചാരണയ്ക്ക് കളമൊരുങ്ങുന്നു. വിവിധ വകുപ്പ് തലങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവരുമെന്ന് പാർലമെന്റ് അംഗം റിയാദ് അൽ അദസാനി മുന്നറിയിപ്പ് നൽകി. നിരീക്ഷണ സംവിധാനങ്ങളുടെ കുറവ് കാരണം പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന പാർലമെന്റ് ബജറ്റ് സമിതിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് റിയാദ് അൽ അദസാനി MP പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത്. ക്രമക്കേടുകൾ കാരണം പൊതുഖജനാവിൽ നിന്ന് 3.8 ബില്യൺ ദിനാറിന്റെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യം പ്രധാനമന്ത്രിയടക്കം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും MP ആരോപിച്ചു. സ്വദേശികളുടെ വിദേശ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പണം നഷ്ടപ്പെട്ടത്. കൃത്യവിലോപം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം. ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ അടുത്ത പാർലമെന്റ് യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാറക് അൽ ഹമദ് അൽ സബാഹിനെതിരെ കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവരുമെന്ന് MP മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രിക്കെതിരെ മെയ് മാസത്തിൽ പ്രതിപക്ഷ MPമാർ സമർപ്പിച്ച കുറ്റവിചാരണ പ്രമേയം അവിശ്വാസ വോട്ടെടുപ്പിലേക്ക് നീങ്ങാനാവശ്യമായ പിന്തുണയില്ലാത്തതിനാൽ പരാജയപ്പെട്ടിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പള്ളി പരിസരങ്ങളിലും മറ്റും വഴിവാണിഭക്കാരുടെ ആധിക്യം പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് അനധികൃത കച്ചവടക്കാരെ പിടികൂടാൻ പോലീസ് പരിശോധന തുടങ്ങി. കഴിഞ്ഞ ദിവസം ജലീബ് അൽ ഷുയൂബ് ഹസാവി മേഖലയിൽ നടന്ന മിന്നൽ പരിശോധനയിൽ വിവിധ രാജ്യക്കാരായ 16 പേരെ കസ്റ്റഡിയിലെടുത്തു. ഫർവാനിയ ഗവർണറേറ്റിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഹസാവിയിൽ മിന്നൽ പരിശോധന അരങ്ങേറിയത്. റെയ്ഡിൽ വിവിധ രാജ്യക്കാരായ 16 നിയമലംഘകർ പിടിയിലായി. വഴിവാണിഭക്കാർക്ക് പുറമെ സ്പോൺസർമാർ ജോലി ചെയ്തവരും ഇഖാമ കാലാവധി തീർന്നവരുമാണ് കസ്റ്റഡിയിലായത്. തുടർ നടപടികൾക്കായി ഇവരെ പ്രത്യേക വിഭാഗത്തിന് കൈമാറി. പോലീസ് എത്തുന്നതറിഞ്ഞ് ഭൂരിഭാഗം കച്ചവടക്കാരും വിൽപ്പന വസ്തുക്കൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ചകളിൽ പള്ളി പരിസരങ്ങളിലും തെരുവോരങ്ങളിലും വഴിവാണിഭക്കാരുടെ സാന്നിധ്യം പെരുകുന്നതായി പരാതികളുണ്ടായിരുന്നു. കേടുവന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളും സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാനുള്ള ഇടമായി പള്ളിമുറ്റങ്ങൾ മാറുന്നുവെന്നായിരുന്നു പൊതുജനങ്ങളുടെ ആക്ഷേപം. താഴ്ന്ന വരുമാനക്കാരായ ആളുകൾ വിലക്കുറവ് കാരണം ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി വഞ്ചിതരാകുന്ന സാഹചര്യമാണുള്ളതെന്നും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപയോഗിച്ച വസ്ത്രങ്ങളും വരെ ഇത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയും ഔഖാഫ് മന്ത്രാലയവും ഇത്തരം കച്ചവടക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുന്നോട്ട് വരണമെന്ന് കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രം നടത്തിയ അഭിപ്രായ സർവേയിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരുന്നു.
മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. വെള്ളി ശനി ദിവസങ്ങളിൽ ദുബായ് മെട്രോ ഭാഗികമായി സർവീസ് നിർത്തിവെക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജുമൈറ ലേക്ക് ടവേഴ്സ്, ഇബ്നു ബത്തൂത്ത സ്റ്റേഷനുകൾക്കിടയിലാണ് സർവീസ് നിർത്തുക. ഈ സ്റ്റേഷനുകൾക്കിടയിൽ യാത്രക്കാർ ബസ്സിൽ കയറി പോകണം. ഈ മാസം 28 മുതൽ 10 ആഴ്ചക്കാലത്തേക്കാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ദുബായ് മെട്രോയുടെ റെഡ് ലൈനിലെ സർവീസ് ഭാഗികമായി നിർത്തിവെക്കുന്നത്. ജുമൈറ ലേക്ക് ടവേഴ്സ്, ഇബ്നു ബത്തൂത്ത സ്റ്റേഷനുകൾക്കിടയിൽ ആഴ്ചയിൽ 2 ദിവസം മെട്രോ സർവീസ് ഉണ്ടാവില്ല. മെട്രോ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ജോലികൾക്കായാണ് സർവീസ് നിർത്തുന്നത്. ഈ സ്റ്റേഷനുകൾക്കിടയിൽ പകരം ഷട്ടിൽ ബസ് സർവീസ് ഏർപ്പെടുത്തും. UAE എക്സ്ചേഞ്ച് ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവർ ജുമൈറ ലേക്ക് ടവേഴ്സ് സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിൽ ഇബ്നു ബത്തൂത്ത സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് മെട്രോ സഞ്ചാരം തുടരാം. റാഷിദിയ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇബ്നു ബത്തൂത്ത സ്റ്റേഷനിലിറങ്ങി JLTയിലേക്ക് ബസ്സിൽ പോകണം. ബസ് യാത്ര സൗജന്യമായിരിക്കും. മീഡിയ വൺ, ദുബായ്. കൊച്ചി വാഴക്കാലയിൽ ആരംഭിക്കാനിരിക്കുന്ന ഗോൾഡ് ടവർ സംരംഭവുമായി ബന്ധപ്പെട്ട് ദുബായിൽ എക്സ്പോ നടന്നു. ജോയ് ആലുക്കാസ് ഡെവലപ്പേഴ്സാണ് പ്രദർശനം ഒരുക്കിയത്. ദുബായ് ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ നടന്ന പ്രദർശനത്തിൽ കൊച്ചിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഗോൾഡ് ടവറിന്റെ വിശദാംശങ്ങളാണ് സംഘാടകർ പങ്കുവച്ചത്. ലോകോത്തര ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ് എന്ന നിലക്കാണ് സംരംഭത്തെ ബന്ധപ്പെട്ടവർ വിലയിരുത്തുന്നത്. 22 നിലകളിലായിട്ട് 162 സൂപ്പർ ലക്ഷറി അപ്പാർട്ട്മെന്റാണ് ഗോൾഡ് ടവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ് മെറ്റീരിയൽസും എല്ലാ വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസും ഇതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത്യന്താധുനിക സൗകര്യങ്ങളോടെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയാണിതെന്ന് ജോയ് ആലുക്കാസ് ചെയർമാനും MDയുമായ ജോയ് ആലുക്കാസ് പറഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മുതൽ മുടക്കായിരിക്കും ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലാ നിലയ്ക്കുള്ള സൗകര്യങ്ങളും ഗോൾഡ് ടവർ പ്രദേശത്ത് ലഭ്യമായിരിക്കുമെന്നതും പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മീഡിയ വൺ, ദുബായ്.